അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഒരു ഗാനം പാടി, പാരഡി ഗാനം കേരളത്തിൽ ആദ്യമായിട്ടാണ്. ഈ പാരഡി ഗാനം പാടിയതിന്റെ പേരിൽ ആ പാട്ട് എഴുതിയവർക്കും ട്യൂൺ ചെയ്തവർക്കും കേസെടുക്കാൻ പോവാണെന്ന് പറഞ്ഞു പോലീസ്. ഇതെന്താണ്, ഇത് BJP-ക്കാർ ഇതിനേക്കാൾ ഭേദമുള്ള അതേപോലെയല്ലേ ചെയ്യുന്നത്? എന്താ ഇപ്പൊ ഇത്രയും നൊന്തത്? പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം CPM-ന്റെ പറയുന്ന, എന്റെ സ്നേഹിതനാണ്, അദ്ദേഹം പറയുന്നത് ഇത് വിശ്വാസികളെ വേദനിപ്പിച്ചു എന്നാണ്. ഈ രാജു എബ്രഹാം ആരുടെ തോളിൽ കൈയിട്ടുണ്ടാ നിൽക്കുന്നത്? വിശ്വാസികളെ വേദനിപ്പിച്ച അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്ത് ജയിലിൽ കിടക്കുന്ന പത്മകുമാറിന്റെ തോളിൽ കൈയിട്ടുണ്ടാ രാജു എബ്രഹാം നിൽക്കുന്നത്. അപ്പൊ അയ്യപ്പന്റെ സ്വർണം കവർന്നതല്ല വിശ്വാസികളെ വേദനിപ്പിച്ചത്. അവർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല. ഗോവിന്ദന്മാരുടെ നടപടി എടുക്കില്ലെന്നാണ്. വിശ്വാസികൾ വേദനിച്ചത് അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്തതിലാണ്. ആ സ്വർണം കവർന്നെടുത്ത ഈ ആളുകളെ CPM സംരക്ഷിക്കുകയാണ്. കാരണം അവർ വേറെ നേതാക്കന്മാരുടെ പേര് പറയാതിരിക്കാൻ വേണ്ടിയിട്ട്. അതാണ്. ഇല്ല, നടപടിയെടുത്താൽ അവർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാൽ അവർ വേറെ നേതാക്കന്മാരുടെ പേര് പറയും എന്നുള്ള പേടിയാണ്. ഇനി ഈ ഗാനത്തിന്റെ ഒരു അയ്യപ്പ ഭക്തിഗാനത്തിന്റെ പാരഡി ഉണ്ടാക്കിയതിനാണ് എങ്കിൽ, ഇതേ അയ്യപ്പ ഭക്തിഗാനം കൊണ്ട് പണ്ട് CPM ഒരു പാരഡി ഗാനം ഇറക്കിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. 11 വർഷം മുമ്പ് കരുണാകരൻ വാഹനത്തിൽ പോകുന്നതിനെ കളിയാക്കിക്കൊണ്ടാണ്, സ്പീഡിൽ പോകുന്നതിനെ കളിയാക്കിക്കൊണ്ട് K. കരുണാകരൻ. അത് കുറേ നാൾ കഴിഞ്ഞതിന് പണ്ടുണ്ടായതാണ്. ലീഡർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം വാഹനത്തിൽ പോകുന്നതിനെ കളിയാക്കിക്കൊണ്ട് ഇതേ അയ്യപ്പ ഭക്തി ഗാനം ഉപയോഗിച്ചൊരു പാരഡി CPM ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ കൈരളിയിൽ, CPM-ന്റെ കൈരളിയിൽ രണ്ട് അറിയപ്പെടുന്ന ആളുകളെ കൊണ്ട് അത് പാടിച്ചിട്ടുണ്ട്. അതിന്റെ റെക്കോർഡ് ഞാൻ തരാം. ഇതേ പാട്ടിൽ. അപ്പൊ നോക്കുമ്പോ ഇതൊക്കെ പറയുമ്പോ ഒന്ന് പഴയ കാര്യം കൂടെ ഓർക്കണം. അപ്പൊ കരുണാകരനെ കളിയാക്കി മര്യാദയ്ക്ക് നല്ല മുഖ്യമന്ത്രിയായിരുന്ന ഭക്തനായിരുന്ന K. കരുണാകരനെ കളിയാക്കി അയ്യപ്പന്റെ ഭക്തിഗാനം ഉപയോഗിച്ചുകൊണ്ട് പാരഡി ഉണ്ടാക്കാം. ആ പാരഡി കൈരളിയിൽ അവതരിപ്പിക്കാം. ഇതൊക്കെ ചെയ്യാം അല്ലേ? സ്വർണം കട്ടവരെ കുറിച്ച് പാരഡി പാടില്ല. ഇത് എവിടത്തെ വാദമാണിത്? അയാൾ വെല്ലുവിളിക്കുന്നത് എന്തിനാ? ഞാൻ കോടതിയിൽ ഹാജരാക്കാൻ, എനിക്കെതിരായി കേസ് കൊടുത്ത് ഞാനും കോടതിയിൽ ഹാജരാക്കുമല്ലോ. ഇനി വെല്ലുവിളിക്കുന്നത് കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞ ആരെങ്കിലും വെല്ലുവിളിക്കോ? അത് ഞാൻ ഹാജരാക്കിക്കോളാം. അതുകൊണ്ടാണല്ലോ ഞാൻ നോട്ടീസ് അയച്ചപ്പോൾ മറുപടി കൊടുത്തത്. അദ്ദേഹം 2 കോടി രൂപയുടെ നഷ്ടപരിഹാരം, മാനനഷ്ടം ഉണ്ടായെന്നും പറഞ്ഞിട്ടാണ് എനിക്ക് നോട്ടീസ് അയച്ചത്. കേസ് കൊടുത്തപ്പോൾ 2 കോടി രൂപയുടെ മാനം എങ്ങനെയാണ് 10 ലക്ഷമായിട്ട് കുറഞ്ഞത്? എങ്ങനെ കുറഞ്ഞത് 10 ലക്ഷം? കോടതിയിൽ കേസ് നടക്കുമ്പോൾ അല്ലേ അത്, അപ്പോഴല്ലേ നടത്തുന്നത്? തെളിവ് തുടങ്ങിയില്ലല്ലോ അവിടെ. അദ്ദേഹം ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കുന്നതുമ്പോൾ മാത്രമല്ലേ വാദം തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ തെളിവ് ഹാജരാക്കിക്കൊള്ളാമെന്ന് ഞാൻ മറുപടിയിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കും. ഞാൻ എന്താ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്? കോടതിയാണ് പറഞ്ഞത് ഈ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരൻ, അതായത് വിൽഫുൾ പർച്ചേസറിന് കൊടുത്തു എന്ന് കോടതിയാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ ഇത് മേടിക്കുന്നത് ഒരു കോടീശ്വരനല്ലേ മേടിക്കാൻ പറ്റുള്ളൂ, പാവപ്പെട്ടവന് മേടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ആർക്കാണ് കൊടുത്തത് എന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.